ആടുകളെ മേച്ച് മടങ്ങും വഴി ആട്ടിടയന് ഒരു ചെന്നായ്ക്കുട്ടിയെ കിട്ടി. തൻ്റെ വീട്ടിൽ വളർത്തുന്ന 2 നായ്ക്കുട്ടികളോടൊപ്പം അയാൾ ചെന്നായ്ക്കുട്ടിയെയും വളർത്തി. പ്രത്യക്ഷത്തിൽ സംശയിക്കാൻ തക്ക ഒരു സ്വഭാവ വ്യത്യാസവും അവിശ്വസ്തതയും ചെന്നായ്ക്കുട്ടിയിൽ കാണാഞ്ഞതിനാൽ അയാൾ ആടുകളോടൊപ്പം കാട്ടിൽ പോകുന്ന നായ്ക്കുട്ടികളോടുകൂടെ ചെന്നായെയും വിടും. ഇതു പതിവായി. ആടുകളെ ആക്രമിക്കാൻ വരുന്ന മൃഗങ്ങളെ തുരത്തി ഓടിച്ച് നായ്ക്കുട്ടികൾ പിൻവാങ്ങിയാലും ആ മൃഗങ്ങളോടൊപ്പം കൂടി അവ പിടിച്ച ആടിനെ അവയോടുകൂടെ ചേർന്ന് ഭക്ഷിച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ വീട്ടിലേക്ക് മടങ്ങും. അങ്ങനെയിരിക്കെ ആടിനെ തട്ടിക്കൊണ്ടു പോകുവാൻ കാട്ടിൽ നിന്ന് വരാറുള്ള ചെന്നായയെ കുറേ നാളായി കാണാനില്ല. വീട്ടിലെ ചെന്നായ്ക്ക് ആട്ടിറച്ചി തിന്നാൻ കൊതിമൂത്തിട്ടും വയ്യ. അങ്ങനെയിരിക്കെ ഇടയന് ഗ്രാമം വിട്ട് പുറത്തു പോകേണ്ട ആവശ്യം വന്നു. ആ തക്കം നോക്കി വളർത്തു ചെന്നായ ഒരു ആട്ടിൻകുട്ടിയെ വകവരുത്തി. വളർത്തുനായ്ക്കളുടെ എതിർപ്പുണ്ടാകാതിരിക്കാനും വിവരം ആട്ടിടയൻ അറിയാതിരിക്കാനും അവയുമായി ഒരു ധാരണയുണ്ടാക്കിയ ശേഷമാണ് ഇത് ചെയ്തത്. പലതവണ ഇത് ആവർത്തിച്ചു. അപ്പോൾ ഇടയൻ്റെ മനസ്സിൽ സംശയം പൊങ്ങി. തെളിവുകൾ ധാരാളമുണ്ടായിരുന്നു. പിന്നെ അയാൾ ഒട്ടും മടിച്ചില്ല. അത്രയും നാൾ താൻ വളർത്തിയ ചെന്നായെ ഒരു മരത്തിൽ കെട്ടിയിട്ട് അയാൾ അടിച്ചു കൊന്നു. പുറമേ മാന്യത കാട്ടിയാലും ചതിയന്മാർ തരം കിട്ടുമ്പോൾ വഞ്ചിക്കുമെന്ന് സാരം.